പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൈര് വട എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ഇഡ്ഡലിയും കൊണ്ടായാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതാണ്, കുറച്ച് പഞ്ചസാര, അതുപോലെ ലേശം ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തൈര് എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ട തൈരല്ല, പക്ഷേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പുളിച്ചിട്ടുള്ള തൈരും എടുക്കരുത്, അതുപോലെ മോരാക്കിയിട്ടും എടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള തൈര് എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് 2 ഇഡ്ഡലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഡ്ഡലിക്കുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് തൈര് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ വന്ന ഇഡ്ഡലിയൊക്കെ ബാക്കിയുള്ളതിന് ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി പിറ്റേ ദിവസം രാവിലെ വരെ അത് കേടാവത്തില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഇതുപോലെ റെഡിയാക്കിയാൽ മതി. ചമ്മന്തിയുടെ ചട്നിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്കിനി കടുക് തളിച്ചിടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇത് 3ഉം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഇഡ്ഡലിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ തൈര് വട എല്ലാവരും കഴിക്കാറുണ്ട്, പക്ഷെ അത് ഒന്നുകൂടെ നോക്കുമ്പോൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടാണല്ലോ നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് നമുക്ക് ഇഡലിയിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ വരുന്നുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ഞാൻ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ചെയ്താൽ മതി. അത് ഓപ്ഷണലാണ് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി മറക്കരുത്. അപ്പോൾ പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.